നമസ്കാരം. കൊടകര സെന്റ് ജോസഫ്സ് ഫൊറോന പള്ളിയിൽ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളന ദൃശ്യങ്ങളിലേക്ക് പോകാം. തിരുനാളിൻ്റെ കൊടിയേറ്റം കഴിഞ്ഞു. വ്യത്യസ്തമായ വിവിധ കമ്മിറ്റികളെല്ലാം ഫോം ചെയ്യപ്പെട്ട് 2-3 മാസമായി അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാവിലെ 6:30 വിശുദ്ധ കുർബാനയും തുടർന്ന് കൊടിയേറ്റവും നടന്നത്. അതിനുശേഷം ഇപ്പോൾ ഓരോ ദിവസവും വൈകിട്ട് 5 മണിക്ക് നവനാളിൻ്റെ കർമ്മങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള വൈദികർ വന്ന് നേതൃത്വം കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കമാണ് ഇനിയും കടന്നു വരുന്നത്. ശനിയും ഞായറുമായിട്ടാണ് തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. ഈ വർഷം ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ മുണ്ടത്തിക്കോടുണ്ടായ കരിമരുന്ന് ശാലയിലുണ്ടായ അപകടം നാടിനെ ആകെ വിഷമത്തിലാക്കിയ ഒരു സംഭവമാണ്. ഒരുപാട് ആളുകൾ ആ മരണത്തിലും അപകടത്തിലും വേദനിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. പള്ളിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുണ്ടായ വലിയൊരു അപകടം വലിയൊരു വേദന ഉളവാക്കുന്ന കാര്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുനാളിന് യാതൊരുവിധ വെടിക്കെട്ടോ കരിമരുന്നോ വേണ്ടെന്ന് തിരുനാൾ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുനാളിനോടനുബന്ധിച്ച് യാതൊരു വെടിക്കെട്ടുകളോ അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗങ്ങളോ ഉണ്ടായിരിക്കുകയില്ല. ഞങ്ങളുടെ നോട്ടീസ് മുൻപേ അടിച്ചതിൻ്റെ പേരിൽ അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും അതുണ്ടാകുന്നതല്ല എന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസം. അന്ന് 4 വിശുദ്ധ കുർബാനകളുണ്ട്. നമുക്ക് ഞായറാഴ്ച തിരുനാളിൻ്റെ ദിനത്തിൽ ആദ്യത്തെ കുർബാന 6:30-ക്കാണ്. ആ കുർബാനയ്ക്ക് ശേഷമാണ് നമ്മുടെ വികാരി ജേസൺ കരിപ്പായിച്ച് നേർച്ചൂട്ട് ആശീർവദിക്കുക. അതിനുശേഷം നമ്മുടെ നേർച്ചൂട്ട് ആരംഭിക്കും. നേർച്ചൂട്ട് ഉച്ചതിരിഞ്ഞ് 2 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം 6:30 കുർബാനയ്ക്ക് ശേഷം 8:30-ക്ക് ഒരു വിശുദ്ധ കുർബാന കൂടിയുണ്ട്. 10:30-ക്കും വിശുദ്ധ കുർബാനയുണ്ട്. ആഘോഷമായ തിരുനാൾ കുർബാന 10:30-ക്കായിരിക്കും. മുഖ്യ കാർമ്മികനായിട്ടുള്ളത് ഫാദർ അനു പാട്ടത്തിലച്ഛനാണ്. അതുപോലെ തന്നെ തിരുനാൾ സന്ദേശം നൽകുന്നത് ഫാദർ ലിജോ കരുത്തിയച്ഛനും ആണ്. അതിനുശേഷം 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മൾ പ്രദക്ഷിണം ആരംഭിക്കും. വൈകുന്നേരം 7 മണിയോടുകൂടി പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിക്കും. ഇത്രയും കാര്യങ്ങളാണ് തിരുനാൾ ദിനത്തിൽ ഉള്ളത്. കൊടകരയെ സംബന്ധിച്ചിടത്തോളം ഊട്ടുപെരുന്നാൾ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹ സംഗമത്തിൻ്റെ പേര് കൂടിയാണ്. കാരണം എല്ലാവരും ദേവാലയ അങ്കണത്തിലേക്ക് വരുന്നു, ഒരുമിച്ച് വളരെ സ്നേഹത്തോടു കൂടി നേർച്ച ഭക്ഷണം ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ പിതാവിൻ്റെ അനുഗ്രഹദായകമായ നേർച്ച പായസം ആളുകൾ വാങ്ങി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഏറ്റവും വലിയൊരു സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഉത്സവം കൂടിയാണ്. പിന്നെ കൊടകരയെ സംബന്ധിച്ചിടത്തോളം ഒരു 20,000-ലധികം പേർ ഭക്ഷണം ആസ്വദിക്കാൻ സ്നേഹത്തോടു കൂടി വരുന്നു എന്നുള്ളത് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒരുമിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. അതും വലിയൊരു അനുഗ്രഹദായകമാണ്. അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഊട്ടുതിരുനാളിൻ്റെ തലേദിവസം പള്ളിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. അവർ ഈ ഊട്ടുനേർച്ച തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങളിൽ പല പ്രദേശങ്ങളിലുള്ള ആളുകൾ വന്നു ചേർന്ന് ആ ദേവാലയങ്ങളിൽ ഒരു ചെറിയ കൂട്ടായ്മ പോലെ അവർ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വലിയ ഒരു സന്തോഷമാണ്. ഇതിലെ ഊട്ടുതിരുനാൾ ഈ വരുന്ന മെയ് മാസം 3-ാം തീയതി നടക്കുകയാണല്ലോ. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ഉത്സവമാണ്. എല്ലാവർക്കും ആശംസകൾ നൽകുന്നതോടൊപ്പം തന്നെ ഈ ഊട്ടുതിരുനാളിലേക്ക് സ്വാഗതം പറയുന്നു.